ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്ന് പരിപ്പും കുമ്പളങ്ങയും ചേർത്ത് ഊണിന് വിളമ്പാൻ പറ്റുന്ന നല്ലൊരു കറി തയ്യാറാക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പരിപ്പാണ് വേണ്ടത്. ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ്. ഏത് പരിപ്പായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുമ്പളങ്ങയാണ്. ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ കുമ്പളങ്ങ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇത് വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ വേവിക്കണം. ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്തുടയുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊരു 3 വിസിൽ വേവിക്കുന്നുണ്ട്. ഈ ചിലർക്ക് പരിപ്പ് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് വേവിച്ചാൽ മതി. അപ്പോൾ കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് അത് വേവിക്കാൻ വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് ചിരുകിയ തേങ്ങ, അതിലേക്ക് 1 അല്ലി വെളുത്തുള്ളിയും 4-5 ചുവന്നുള്ളിയും, പിന്നെ എരിവിന് ആവശ്യമുള്ള കാന്താരി മുളക്, പച്ചമുളക് ആയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ജീരകമാണ്. 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പും കുമ്പളങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് ചേർക്കാം. അപ്പോൾ അരപ്പ് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ പച്ചമുളകാണ് ചേർക്കുന്നതെങ്കിൽ അത് കഷ്ണം വേകുന്ന കൂടെ തന്നെ ചേർക്കാം. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കാന്താരി ആയതുകൊണ്ടാണ് അരപ്പിൻ്റെ കൂടെ അത് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തത്. അപ്പോൾ അരപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അരപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാണ് വേണ്ടത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തു. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി ഞാനിതിലേക്ക് 5 ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർക്കാം. കടുക് വറുക്കുന്നതിൻ്റെ കൂടെ വറ്റൽമുളക് വേണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് അതും കൂടെ ചേർത്ത് കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കറിക്ക് നല്ലൊരു കളറും വരും, പോരാത്ത എരിവ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് തന്നെ കുമ്പളങ്ങ പരിപ്പ് കറി തയ്യാറായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് നമുക്ക് കൂട്ടാം. ഇനി നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ പരിപ്പായതുകൊണ്ട് വിരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും. ഒരുപാട് കട്ടിയാകുമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നമ്മൾ പരിപ്പും കുമ്പളങ്ങയൊക്കെ ഒരുമിച്ചാണ് വേവിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മതി ഈ കറി നമുക്ക് തയ്യാറാക്കാൻ. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മെഴുക്ക് പുരട്ടിയോ പപ്പടം കാച്ചിയതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറുണ്ണാം. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.